എൻ്റെ പേര് സോണിയ ജോൺസൺ. ഞാൻ എറണാകുളത്തു നിന്നാണ്. ഞാൻ ISSDയിൽ 6 മാസത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. പ്ലേസ്മെൻറ്റ് സപ്പോർട്ടോടുകൂടെ ഞാനിപ്പോൾ സൈമറിൽ വർക്ക് ചെയ്യാണ്. ഞാൻ +2 കൊമേഴ്സാണ് എടുത്തത്. എൻ്റെ ഫാമിലിക്ക് ഞാൻ നേഴ്സ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹോസ്പിറ്റൽ ഫീൽഡ് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അഡ്മിനിസ്ട്രേഷൻ എടുക്കാനായിട്ട് കാര്യം. ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഫീസ് കൊണ്ടും പിന്നെ എനിക്കറിയണ എൻ്റെ നെയ്ബർ പറഞ്ഞത് കൊണ്ടും ഇവരുടെ പഠിപ്പിക്കുന്ന രീതിയും എല്ലാം സിമ്പിളാണെന്ന് അറിഞ്ഞത് കൊണ്ടും കൂടിയാണ് ഞാൻ ISSD ചൂസ് ചെയ്യാൻ കാരണം. ഞാൻ റെക്കോർഡ് ബാച്ച് ആയിരുന്നു. എനിക്ക് ഏത് സമയത്താണെങ്കിലും നമുക്ക് ഫാക്കൽറ്റീനെ വിളിക്കാനുള്ള ഇതുണ്ടായിരുന്നു. നമുക്ക് എപ്പോൾ വിളിച്ചാലും ഒരു കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് കറക്റ്റ് ടൈമിൽ മെസ്സേജ് അയക്കുമായിരുന്നു. ഇപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും മെസ്സേജിലൂടെ ചോദിക്കായിരുന്നു. പിന്നെ അല്ലാതെ ഇൻട്രാക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട്. അതിൽ കയറിയാലും നമുക്ക് എത്ര നേരം വേണമെങ്കിലും എടുത്ത് എന്ത് സംശയം ചോദിച്ചാലും കറക്റ്റായിട്ട് തീർത്തരുമായിരുന്നു. നമുക്ക് എക്സാം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മളെ പ്ലേസ്മെൻറ്റിൽ നിന്ന് വിളിച്ചു തുടങ്ങി. എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, നമ്മുടെ ബയോഡാറ്റ അവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ തെറ്റുണ്ടെന്ന് വരെ തിരുത്തി തന്നു മാം. എനിക്ക് വലിയൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞു. അതനുസരിച്ച് അവരെന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിളിക്കുകയും ചെയ്തു. പിന്നെ ഇൻ്റർവ്യൂ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവർ നമുക്ക് നല്ല രീതിക്ക് നമ്മളൊരു ഡ്രസ്സ് ചെയ്ത് എങ്ങനെ പോകണം, നമ്മൾ എങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം എന്ന് വരെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടാണ് നമ്മളെ ഇൻ്റർവ്യൂവിന് അവർ വിടണത്. എന്തൊക്കെ ചോദ്യം ചോദിക്കാം, ആ ചോദ്യങ്ങൾ വരെ ഭയങ്കര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടാണ് നമ്മളൊരു ഇൻ്റർവ്യൂവിന് വിടുന്നത്. ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു. +2 കൊമേഴ്സ് എടുത്തവർക്ക് നമുക്ക് ഹോസ്പിറ്റൽ ഫീൽഡിലോട്ട് ജോലി ലഭിക്കുമെന്ന് വളരെ സംശയം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ ISSDനെ കുറിച്ച് അറിഞ്ഞപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അറിഞ്ഞപ്പോഴും പഠിച്ചു കഴിഞ്ഞപ്പോഴും നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടില്ല. +2 സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലാതെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്ക് വേണമെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാം.